പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലനിർത്താൻ അരയും തലയും മുറുക്കി UDF. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ തന്നെ പ്രചാരണം കൊഴുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം നടനും UDF സഹയാത്രികനുമായ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്ത ഷാഫി പറമ്പിൽ തള്ളി. ഷാഫി പറമ്പിൽ മണ്ഡലം വിട്ടെങ്കിലും ഷാഫിയുടെ മേൽനോട്ടത്തിൽ തന്നെയാകും പാലക്കാട്ടെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ പിടിച്ചെടുത്ത മണ്ഡലം കൈവിട്ടാൽ ഷാഫിക്ക് അത് തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കുകയാണ് UDF ലക്ഷ്യം. ഷാഫിയുടെ കണക്കിലത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒന്നിൽ കൂടുതൽ പേരുകൾ കേൾക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം അർഹരായ യോഗ്യരായ ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഉചിതമായ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി എല്ലാവരും ഒറ്റ മനസ്സോടെ പാലക്കാട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രസന്റ് ചെയ്യും. അവരാഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കൊടുക്കും. പ്രാദേശിക എതിർപ്പുകൾ മൂലം രാഹുൽ മാറിയാൽ നറുക്ക് VT ബൽറാമിനോ P സരിനോ വീണേക്കും. DCC പ്രസിഡന്റ് A തങ്കപ്പനെ പരിഗണിക്കണമെന്ന ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട്. വയനാടിന്റെ കാര്യത്തിൽ സംശയമില്ലെങ്കിലും പാലക്കാട് UDFനെ നിലനിർത്തിയേ മതിയാകൂ. ചേലക്കര കൂടി കിട്ടിയാൽ ഭരണവിരുദ്ധ വികാരം എന്ന പ്രചരണം കൂടുതൽ ശക്തമാക്കാനുമാകും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.